നമസ്കാരം, ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നമ്മൾ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചിട്ടുള്ളവരുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും കൂടാതെ അവർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളും മറ്റുമാണ് പറഞ്ഞു പോകുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ചുരുക്കത്തിലാണ് പറഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന പക്ഷം കൂടുതൽ വിശദമായിട്ട് സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെ, അതായത് ഓരോ നക്ഷത്രങ്ങളും അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോയിൽ വിശദമായിട്ട് 2 ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിച്ചതുപോലെ തന്നെ വളരെയേറെ നിരീക്ഷണങ്ങൾ ചെയ്ത് ഓരോരുത്തരുടെയും ഫലങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു ആമുഖമായിട്ട് ചുരുക്കത്തിൽ പറയുകയാണ്. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ ജനിച്ച വ്യക്തികളുടെ സ്വഭാവ സവിശേഷതകളും അവർ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളുമാണ് ഈ വീഡിയോകളിൽ പറഞ്ഞു പോകുന്നത്. ഒരാളുടെ ആരോഗ്യം, ആയുസ്, സ്വഭാവ സവിശേഷതകൾ എന്നിവയെ പറ്റി സംഖ്യാശാസ്ത്രം സാമാന്യമായി സിദ്ധാന്തിക്കുന്നുണ്ട്. ജന്മസംഖ്യ, വിധിസംഖ്യ, നാമസംഖ്യ, മാതാപിതാക്കൾ, ഭാര്യ, കുട്ടികൾ എന്നിവരുടെ എല്ലാം ജന്മസംഖ്യകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ ഫലങ്ങൾ കിട്ടുക. ഇപ്പോൾ നമ്മൾ പറയുന്നത് ജന്മസംഖ്യ മാത്രം അനുസരിച്ചുള്ള ഫലങ്ങളാണ്, അത് പൊതുവായിട്ടുള്ള ഫലങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ ജന്മസംഖ്യ അനുസരിച്ചുള്ള സാമാന്യ സ്വഭാവ സവിശേഷതകളും ആരോഗ്യം തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു പോകാം. ഇപ്പോൾ നമുക്ക് 1 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ സ്വഭാവ സവിശേഷതകൾ ആദ്യം പറയാം. 1 ജന്മസംഖ്യ എന്നാൽ 1-ാം തീയതി, 10-ാം തീയതി, 19-ാം തീയതി, 28-ാം തീയതി എന്നീ തീയതികളിൽ ജനിക്കുന്നവരാണ്. ഈ തീയതികളിലൊക്കെ ജനിച്ചവരുടെ ജന്മസംഖ്യ 1 ആണ്. അക്കങ്ങൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യയാണ്. ഇത് സൂര്യന്റെ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല നേതൃത്വ പാടവം പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പൊതുവെ ഇവർ നിശബ്ദരായിരിക്കുമെങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നല്ലതുപോലെ കഴിവുള്ളവരായിരിക്കും. എന്നാൽ ഇവർക്ക് അല്പം ദുർവാശി കൂടുതലായിരിക്കും, താൻ പോരുമയും കൂടുതലുണ്ടാകാം. വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി നമുക്ക് 1 ജന്മസംഖ്യയായിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെ ഒന്ന് പ്രതിപാദിക്കാം. 1 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് പെട്ടെന്ന് രോഗം പിടിപെടുക കണ്ണിനായിരിക്കും. കൂടാതെ ഇവർക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കണ്ണിന് ഓപ്പറേഷൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങളും പലർക്കും ഉണ്ടാകാറുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ ജന്മസംഖ്യയുമായി പൊരുത്തമുള്ള പക്ഷം ഈ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതുമാണ്. സംയുക്ത ജന്മസംഖ്യയെ സൂചിപ്പിക്കുന്ന 37, 55, 64, 73 എന്നീ വയസ്സുകളിലൊക്കെ ഇവർക്ക് ഇത്തരത്തിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടായേക്കാം. കൂടാതെ ഓരോ വർഷത്തിലെയും ജനുവരി, ഒക്ടോബർ എന്നീ മാസങ്ങളൊക്കെ ഇവർ രോഗം വരാതെ സൂക്ഷിക്കേണ്ട സമയങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.